അപ്പൊ എങ്ങനെയായിരുന്നു ലോകയിലെ ഈ ഒരു ക്യാരക്ടറിലേക്ക് വന്നത്? ക്യാരക്ടർ എന്നോട് പറയുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല, പക്ഷെ നിനക്ക് അതിലും കൂടുതൽ ചെയ്യാണ്ടെന്ന് പറഞ്ഞു. ഹോളിവുഡ് മൂവീസിലൊക്കെ ഒരു ഗാങ്സ്റ്റേഴ്സ് ഒക്കെ നമ്മളൊരു പബ്ബിലും അവിടേക്ക് പോകുമ്പോൾ ഒരു ഇരിക്കണ്ടില്ലേ, ആ ഒരു ടൈപ്പ് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെയാണ് എന്റെ ക്യാരക്ടറിന് വേണ്ടതെന്ന് അവർ പറഞ്ഞിരുന്നു. ഇത്ര കയറി കൊളത്തൊന്നും വിചാരിച്ചിരുന്നോ? ഇത്ര വിചാരിച്ചില്ല, പക്ഷെ ഒരു മീഡിയം ഒരു 2 ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു, 2 കോസ്റ്റ്യൂമിന്റെ. അപ്പോ രണ്ടാമത്തെയാണ് ഓക്കെ ചെയ്ത് ഡയറക്ടർ ഈ ടൈപ്പ് നോക്കാന്ന് പറഞ്ഞിട്ട് എങ്ങനത്തെ ഒരു ടൈപ്പ് ലുക്കാണ് ഈ ക്യാരക്ടറിന് വേണ്ടെന്ന് പറഞ്ഞു. ഫ്രീ ടൈമില് എൻ്റെ ഒപ്പം നസ്നയിലും ചന്ദ്രോ അരിങ്കുരി അവര് 3 പേരും 2 സൈഡിലായിട്ടും അവിടെ ഞങ്ങൾ ഇരുന്ന് ഓരോന്നൊക്കെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അപ്പൊ ഷോർട്ട് റൈഡ് ചെയ്യുമ്പോൾ പിന്നെ ഞാൻ അവിടെ ഇരിക്കും. ബ്ലാക്ക് സ്കിൻ ഉള്ള ആൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. ക്യാരക്ടർ പറഞ്ഞ ഓഡീഷൻ ഉണ്ട്. അപ്പോ നിനക്ക് താല്പര്യം ഉണ്ടോ ചോദിച്ചു. അപ്പൊ ഞാൻ എന്താ സംഭവം ചോദിച്ചു. അപ്പൊ സിനിമയിലേക്ക് നമ്മൾ സെലക്ട് ആവണമെങ്കിൽ ഓഡീഷൻ കാണുന്നൊക്കെ ഉണ്ട്. ബ്ലാക്ക് സ്കിന്നിന് ഉള്ള ആൾക്കാർക്കാണ് ഇമ്പോർട്ടൻറ്റ് പറഞ്ഞത്. അപ്പോൾ ശരി വന്നിട്ട് ഞങ്ങൾ പോയി. കുറെ ക്രൗഡൊക്കെ വന്നിട്ട് സ്ഥലത്തിൽ ഇങ്ങനെ പെർഫോം ചെയ്യാൻ ഭയങ്കര താല്പര്യമൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ ഓഡീഷനൊക്കെ പണ്ട് അങ്ങനെയാണ്. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമ ഭ്രാന്തൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഇവിടെ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ഷിബിനാണ്. ഷിബിനെ പറ്റി പറയാനാണെങ്കിൽ ലോക എന്ന സിനിമ കണ്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ ഷിബിനെ അറിയാം. ഷിബിൻ ഫെമിലിയർ ആണ്. സോ ഷിബിനെ നമ്മൾ വെൽക്കം ചെയ്യാണ്. ഷിബിൻ, വെൽക്കം ടു സിനിമ ഭ്രാന്തൻ. ഇപ്പം ഞാൻ പറഞ്ഞു, ലോക സിനിമ കണ്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഷിബിനെ അറിയാം. ഒരു ഡയലോഗോ ഒരുപാട് സ്ക്രീൻ ടൈമോ ഇല്ലാതെ പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചെന്ന ആ ഒരു ഓറ സൃഷ്ടിച്ചെടുത്ത ഒരു കഥാപാത്രമാണ് ഷിബിൻ്റേത്. അപ്പം അത്രയും വലിയ ഒരു ഒരുപാട് അപ്രിസിയേഷനും കിട്ടുന്നുണ്ട്. സോ ഷിബിൻ തന്നെ പറയൂ, ലോകയുടെ വിശേഷങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇത്രയും വലിയൊരു പടത്തിൽ ഭാഗം പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഈ മൂവി റിലീസ് ആയതിനു ശേഷം ഞാൻ അധികാരികളും പറയാറില്ല എൻ്റെ മൂവി സിനിമ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും. പടം തുടങ്ങണതിൻ്റെ ആയാലും ജോയിൻ ചെയ്തതിലൊന്നും ആരോടും പറയാറില്ല. അപ്പോൾ പടം അതിന് ശേഷം എല്ലാവരും കണ്ടപ്പോൾ പെട്ടെന്ന് കോളുകളും മെസ്സേജും വന്നാകെ ഫുൾ ക്ലാഷ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ നല്ല സന്തോഷം കാര്യം തന്നെയാണ്. അപ്പോൾ അത് അവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പൊ എങ്ങനെയായിരുന്നു ലോകയിലെ ഈ ഒരു ക്യാരക്ടറിലേക്ക് വന്നത്? ഞാൻ മോഡലിംഗില് ഒരു ഭവ്യ രമേശിന്റെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ബാംഗ്ലൂര്. അപ്പോൾ അപ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത്. DQ പ്രൊഡക്ഷൻ എന്നാണ് വേഫെയർ എന്ന് പറഞ്ഞിട്ട് വിവേക് ബ്രോ വിളിച്ച് കാസ്റ്റിനായിട്ട്. അപ്പോൾ ഷിബിനെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു മൂവിയിൽ കാസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, നസ്ലിൻ കല്യാണി പ്രദർശൻ ഒരു മൂവിയിൽ ഒരു നല്ലൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ എവിടെയാണ് ഇപ്പോൾ ഫ്രീ ആണോ ചോദിച്ചു. അപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ്, അപ്പോൾ ഷൂട്ടിലാണ്. അപ്പോൾ നാളെ മോർണിംഗ് എത്താൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഷുഗർ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് മീറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ ആ ഒരു ക്യാരക്ടറിനെ പറ്റി അറിയണം. പിന്നെ നേരെ ഷൂട്ട് തന്നെയായിരുന്നു. അങ്ങനെ ഈ ഒരു കഥാപാത്രം കേൾക്കുന്ന ടൈമിൽ ക്യാരക്ടറിന്റെ ഒരു സമ്മറി പറയുമല്ലോ. അപ്പം ഇപ്പം പറഞ്ഞ പോലെ ഡയലോഗ്സ് ഇല്ലാതെ അധികം സ്ക്രീൻ ടൈം ഇല്ലാതെ, ഒരുപാട് ഞാൻ പറയുന്നില്ല, സ്പോയിലർ ആകും. സോ ആ ഒരു ക്യാരക്ടർ കേൾക്കുന്ന ടൈമിൽ കേൾക്കുമ്പോൾ ചിലപ്പം ഫസ്റ്റ് ആ ഒരു നറേഷനിൽ അധികം ഇമ്പോർട്ടൻസ് ഇല്ലാന്ന് തോന്നിയേക്കാവുന്ന, പക്ഷെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഒരു ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഷിബിൻ്റെത്. അപ്പോൾ ഈ ക്യാരക്ടർ കേട്ടു, അത് കഴിഞ്ഞത് സ്ക്രീനിൽ കണ്ടു, അത് ടോട്ടലി എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ഈ ക്യാരക്ടർ എന്നോട് പറയുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല, പക്ഷെ നിനക്ക് അതിലും കൂടുതൽ ചെയ്യാണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. കാരണം എൻ്റെ കോസ്റ്റ്യൂംസ്, ലുക്ക് ബേസ് ആയാലും സ്പെക്സ്, പിന്നെ എനിക്കൊരു ലക്ഷറി ആയിട്ടൊരു ചെയർ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ ഒരു ചെയറാണ്. അപ്പം അതിൽ ഇരുന്ന് പിന്നെ കുറച്ച് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ രീതിയിൽ തന്നെ അങ്ങനെ ഒരു ഹോളിവുഡ് മൂവീസിലൊക്കെ ഒരു ഗാങ്സ്റ്റേഴ്സൊക്കെ നമ്മളൊരു പബ്ബിലും അവിടേക്ക് പോകുമ്പോൾ ഒരു ഇരിക്കണ്ടില്ലേ, ആ ഒരു ടൈപ്പ് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ക്യാരക്ടറിന് വേണ്ടതെന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനതിട്ട് ഞാനായിട്ട് ഇത് ബിൽഡ് ചെയ്ത് കുറച്ച് എൻ്റെ ക്യാരക്ടറിന് ഞാൻ കുറച്ച് സിറ്റിംഗ് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഇതായിട്ട് വന്നു. പിന്നെ പടം ഇറങ്ങിയപ്പോൾ ആ ക്യാരക്ടർ ഇങ്ങനെ ഇത്ര കയറി കൊളുത്തൊന്നും വിചാരിച്ചിരുന്നോ? ഇത്ര വിചാരിച്ചില്ല, പക്ഷെ ഒരു മീഡിയം ലെവല്. എന്താ കാരണം വെച്ചാൽ എൻ്റെ കോസ്റ്റ്യൂം കുറച്ച് ഡിഫറൻസ് ആണ്. അവര് എല്ലാവരും അവരുടെ കോസ്റ്റ്യൂം ബാക്കി ആർട്ടിസ്റ്റിന്റെ കോസ്റ്റ്യൂം കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആണ്. ഹുഡി, അതിനുള്ളിൽ ജാക്കറ്റ്, ബ്ലാക്ക് ഗ്ലാസ്,
പിന്നെ ആ ക്ലാസ് ഒക്കെ സ്വന്തം അവര് തന്നെ എല്ലാം അവരെ ക്യാരക്ടർ ഒരു 2 ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു, 2 കോസ്റ്റ്യൂമിന്റെ. അപ്പോ രണ്ടാമത്തെയാണ് ഓക്കെ ചെയ്ത് ഡയറക്ടർ ഈ ടൈപ്പ് നോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ലുക്കാണ് ഈ ആറ്റിന് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ അത് അങ്ങനെ ഓക്കെ. അപ്പൊ ആ ലുക്കും ബേസും കാരണം നോക്കുമ്പോ എനിക്ക് ഹെയർ സ്റ്റൈലായാലും കുറച്ച് ഇതായാലും എല്ലാവരും ഇതുവരെ കാണാത്തൊരു ടൈപ്പാണ്. അപ്പൊ എന്തായാലും പ്രേക്ഷകർ ഇത് സ്വീകരിക്കുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ അതേപോലെ നടന്നു. ഓക്കെ. ഇതില് ഇപ്പം നസ്ലൻ, ചന്തു, അരുൺ കുര്യൻ ഇവരായിട്ട് കോമ്പിനേഷൻ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആ ഒരു അപ്പാർട്ട്മെന്റിൽ ഈ 4 പേരാണ് ഉള്ളത്, ഷിബിനും ഈ 3 ആൾക്കാരുമാണ്. അവരുടെ ഒപ്പമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അടിപൊളിയായിരുന്നു. എന്താ പറയാ, സീനിലെ സമയത്തായാലും ഞാൻ എന്റെ ചെയർ ഞാനിപ്പോ അവിടെ ഉണ്ടാവും. അപ്പൊ അവര് ഷോർട്ട് റെഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഷിബിൻ അവിടെ ഇരുന്നാ മതിയല്ലേ? അല്ല, ഞാൻ ഓൾറെഡി അവിടെ ഇരിക്കുന്നുണ്ട്. എന്റെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരെ പിന്നെ കസേരയില് ആ ചെയറിലിരിക്കണം. അപ്പൊ ഫ്രീ ടൈമില് എന്റെ ഒപ്പം നസ്ലിനായാലും ചന്ദൂറോ അരുൺകുരി അവര് 3 പേരും 2 സൈഡിലായാലും അവിടെ ഞങ്ങൾ ഇരുന്ന് ഓരോന്നൊക്കെ ഓരോ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അപ്പൊ ഷോർട്ട് റൈഡ് ചെയ്യുമ്പോ പിന്നെ വിങ്ങി പോകും, ഞാൻ അവിടെ ഇരിക്കും. അങ്ങനെ ഭയങ്കര ഫണ്ണായിരുന്നു, അടിപൊളിയായിരുന്നു. അതെ. ഇപ്പം ഷിബിൻ ആക്ച്വലി സിനിമാ കരിയർ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് നാളുകളായി. അപ്പം എങ്ങനെയായിരുന്നു ഈ ആക്ടിങ് കരിയറിലേക്കുള്ള ഒരു സ്റ്റെപ്പ് വെച്ച് തുടങ്ങിയത്? ഞാന് ചെറുപ്പം മുതലേ മൂവീസ് കാണാറുണ്ട്. വീടിൻ്റെ അടുത്തൊരു തിയേറ്റർ ഉണ്ട്. അപ്പോൾ അമ്മയും ഫ്രണ്ട്സും ഇവരൊക്കെ ആയിട്ട് അമ്മയുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മൂവി കാണാൻ പോകാറുണ്ട്. അപ്പം എനിക്ക് അത്ര മൂവി കണ്ടു എൻജോയ് ചെയ്തു, അതിന് ഓരോ ക്യാരക്ടേഴ്സ് അങ്ങനെ അത് മാത്രമേ ഞാൻ ശ്രദ്ധിച്ച് അങ്ങനെ പോകാറുള്ളൂ. പിന്നീട് +2 കഴിഞ്ഞിട്ട് ഇരിക്കുന്ന PSC കോച്ചിങ്ങിനൊക്കെ പോകുന്ന ടൈമിൽ ഞാൻ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്നു പാർട്ട് ടൈം ആയിട്ട്. അപ്പോൾ +2 എൻ്റെ ഒപ്പം തൊട്ടപ്പുറത്ത് ക്ലാസ്സിൽ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ട്, കണ്ടുപരിച്ച് മാത്രമുള്ള ഒരു ആള് ആ കടയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ മീറ്റ് ചെയ്തു. അപ്പോൾ സംസാരിച്ചു എന്താ ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ PSC കോച്ചിങ് കൊണ്ട് പിന്നെ പാർട്ട് ടൈം ഷോപ്പിലേക്ക് അവൻ മൂവി ഓഡീഷന് കാസ്റ്റിംഗ് ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ മൂവിയിലാണെന്നൊക്കെ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പർ പിടിച്ചു അവൻ്റെ. എന്നിട്ട് അന്ന് രാത്രി എനിക്ക് മെസ്സേജ് അയക്കാൻ വന്നിട്ട് ഒരു ബ്ലാക്ക് സ്കിന് ഉള്ള ആൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. ക്യാരക്ടർ പറഞ്ഞാൽ ഓഡീഷൻ ഉണ്ട്, അപ്പോൾ നിനക്ക് താല്പര്യം ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ എന്താ സംഭവം ചോദിച്ചു. പറഞ്ഞു സിനിമയിലേക്ക് നമ്മൾ സെലക്ട് ആവണമെങ്കിൽ ഓഡീഷൻ കാണലൊക്കെ ഉണ്ട്, ബ്ലാക്ക് സ്കിന്നിന് ഉള്ള ആൾക്കാർക്കാണ് ഇമ്പോർട്ടൻറ്റ് പറഞ്ഞു. അപ്പോൾ ശരി വന്നിട്ട് ഞങ്ങൾ പോയി. ഒരു 500 പേരുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഞാൻ ഇട്ടി ഇങ്ങനെയാണ് ഓഡീഷൻ കാണുള്ളത്. അപ്പോൾ വരിക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെന്നു. അപ്പോൾ എന്നെ ആ വരിയിൽ നിന്ന് തന്നെ ഡയറക്ടർ ടീം പോകുമ്പോൾ എന്നെ ഇന്ന് അവർ നോട്ട് ചെയ്തു. എന്നിട്ട് എന്നെ അവർ നേരെ കൊണ്ടിട്ട് നീ ചെയ്യണ്ട, നിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിലേക്ക് പെട്ടെന്ന് ഞാൻ കാസ്റ്റ് ആയി. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഞാൻ ഒന്നും ചെയ്തിട്ടും കൂടി ഇത്ര 8 ലാസ്റ്റ് വന്ന് നിൽക്കണം. അപ്പൊ എനിക്ക് തോന്നി അപ്പോൾ ഇത്രയും പേരിൽ നിന്ന് എന്തോ ഒരു ഇത് എനിക്കുണ്ടെന്ന് എനിക്ക് അപ്പോൾ തോന്നി. അപ്പോൾ അവിടെ നിന്ന് വേറെ ഫ്രണ്ട്സ് മീറ്റ് ചെയ്തിട്ടപ്പോ അവൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ അതിന് ഓഡീഷൻസ് വരും. പിന്നെ എല്ലാ ആഴ്ചയും ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ടും ഓഡീഷൻസ് കാണാൻ പോവാ. ഈ ക്ലാസ് കട്ട് ചെയ്ത ഓഡീഷൻ അറ്റൻഡ് ചെയ്യുന്ന വീട്ടിലറിയായിരുന്നോ? ഇല്ല. ഈ ക്ലാസ്സിനെന്ന് പറഞ്ഞൊരു നേരത്തെ പോകും അങ്ങനെ. പിന്നെ ആഴ്ചയിൽ 3 ദിവസമല്ലോ PSC ക്ലാസ് ഇറങ്ങും. അങ്ങനെ പിന്നെ കാലത്ത് പിന്നെ ചില ദിവസം ക്ലാസ്സിലെ സമയത്തേലും ഒരു 6 മണി 5:30 ടൈമിൽ വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ ഓഡീഷനൊക്കെ കഴിഞ്ഞെല്ലാം വീട്ടിലെത്തുമ്പോൾ ഒരു 12 മണി 1 മണിക്ക് പോകും. അപ്പൊ ഞാൻ അവിടെ ഉണ്ടോ ഇല്ലെന്നൊന്നും ആരും അറിയാനും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ പോകേണ്ടത് നാട്ടിലേക്ക് ആർക്കും അറിയില്ല. ഇപ്പൊ സിനിമയില് ഭാഗമായതിനു ശേഷം ഇപ്പോഴും അറിയില്ലേ അന്ന് ക്ലാസ് കട്ട് ചെയ്ത ഓഡീഷന് പോയെന്ന്? ഇല്ലില്ല, അതറിഞ്ഞൊരു പ്രശ്നമൊന്നുമില്ല. കാരണം എനിക്ക് എന്റേതായ ഒരു തീരുമാനങ്ങളും ആഗ്രഹങ്ങളും കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി ഞാൻ പോവും. അത് വീട്ടിലറിഞ്ഞില്ലെങ്കിലും അതിൽ കുഴപ്പമില്ല. എല്ലാ വീട്ടുകാരും അച്ഛനൊക്കെ സപ്പോർട്ട് തന്നെയാണ്. അച്ഛനോട് പറയാൻ എനിക്ക് കാര്യങ്ങൾ ഓഡീഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ട് അമ്മോട് ഞാൻ പറഞ്ഞു കുറവാ. കാരണം എൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്സൊക്കെ പഠിപ്പ് കാര്യം അങ്ങനത്തെ ജോലി കാര്യങ്ങൾ അങ്ങനെയായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ മാത്രമാണ് ഇങ്ങനെ ഈ രീതിയിൽ കിടന്നത്. അപ്പൊ ഇതിന്റെ അഭിനയത്തിന്റെ കൂടെ ഇപ്പൊ മോഡലിംഗിലേക്കും കൂടെ മാറിയത് എപ്പോഴായിരുന്നു? അത് ഞാൻ ഒരു കൊറോണ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഒരു മൂവിയിൽ ഒരു കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ ലുക്ക് തന്നെയാണ്, താടി വെച്ചിട്ട് ലുക്ക് തന്നെയായിരുന്നു. അപ്പോൾ ആ ഷൂട്ട് കൊറോണ കാരണം സ്റ്റോപ്പായി. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഒരു നാട്ടിൽ വെച്ചിട്ടൊരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് മീറ്റ് ചെയ്തു. അപ്പോൾ അവൻ അഭിഷേക് എന്ന് വരിക, ആള് ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ആള് ചോദിച്ചു മോഡലിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ബ്രോ ഞാനിപ്പോൾ ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ ലുക്കാണിത്, അപ്പോൾ എനിക്ക് താല്പര്യമില്ല പറഞ്ഞു. അപ്പോൾ ഞല്ലടാ ചെയ്ത അടിപൊളിയായിരിക്കും, ക്ലീൻ ഷേവ് ചെയ്ത് മുടിയൊക്കെ പറ്റടിച്ച് ചെയ്ത അടിപൊളിയാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ടൈം എടുക്കും പറഞ്ഞു മൂവിയൊക്കെ തുടങ്ങാൻ. അപ്പോൾ അന്നെന്തെങ്കിലും ചെയ്തോക്കാമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടപ്പോൾ സെറ്റായി. പിന്നെ സഹൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്, ആളും ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. അവൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ കുറച്ച് വർക്കുകളൊക്കെ വന്നു തുടങ്ങി.
അങ്ങനെ മോഡലിംഗിലേക്ക് എൻട്രി തുടങ്ങി പെട്ടെന്ന് തന്നെ ഒരു റീച്ചിലേക്ക് എത്തിയായിരുന്നു. ഇപ്പം മോഡലിങ്ങും ആക്ടിങ്ങും ഒരുപോലെയാണോ കൊണ്ടുപോകുന്നത്? അല്ലല്ല, ഫസ്റ്റ് ഇപ്പോൾ ഒരു ട്രീ മൂവി തന്നെയാണ് ഫിലിം. കാരണം ഓരോ മൂവിയിലും ഓരോ ലുക്സ് ബേസ് ഡിഫറെൻ്റ് ആണ്. ബിയേർഡ്, ഹെയർ അങ്ങനെ വരുമ്പോൾ മോഡലിങ് ഞാൻ സ്ക്രീൻ ഷോ ഒരു ഹെയർ ഗ്രൂമിയർ ടൈപ്പ് ആണ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഫുൾ ടൈം ഇങ്ങനത്തെ ബിയേർഡൊക്കെ ആവുന്ന സ്ഥിതിക്ക് മൂവിക്ക് തന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കാറ്. ഇപ്പൊ ഈ ലുക്ക് ഏതെങ്കിലും സിനിമയുടെ ഭാഗമായിട്ടാണോ? അതെ, ഞാൻ ഈ ലോക ഷൂട്ട് നടന്നോളിക്ക് മുന്നേ എനിക്കൊരു മൂവിയുടെ കോൾ വന്നിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ലോക മൂവി ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ചെന്ന് മീറ്റ് ചെയ്തു, സ്റ്റോറി പറഞ്ഞു, സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം ഓക്കെ ആയി. ഷൂട്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ ലുക്ക് ചേഞ്ച് ചെയ്യേണ്ട, താടി മുടിയൊക്കെ വളർത്തി പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പിന്നീട് AD-നെ വിളിച്ച് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ബ്രോ എല്ലാവർക്കും ഡേറ്റ് കൊടുത്തു, അപ്പോൾ ബ്രോയിന് ഇല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സ് ചേഞ്ച് ആയിട്ട് സ്ക്രിപ്റ്റ് ചേഞ്ച് ആയപ്പോൾ ബ്രോ എന്ന് റിജക്റ്റ് ആയിണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം അന്ന് അങ്ങനെ ഇരുന്ന സമയത്താണ് അതിൻ്റെ ഇടയിൽ കുറേ ഷൂട്ടുകൾ വന്നിരുന്നു, ആഡും ബാക്കി കാര്യങ്ങളൊക്കെ വന്നു. അതൊക്കെ എനിക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പം തന്നെ എനിക്ക് അന്ന് ഒരു ഉച്ചയാകുമ്പോൾ പോയി കോൾ വന്നു, തമിഴ് ഡിസിന്ന് കോൾ വന്നു. ആള് മലയാളിയാണ്. ആള് കോൾ ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്റെ നമ്പർ ഞാൻ തെലുങ്ക് ഇൻഡസ്ട്രിക്ക് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഒരു കോൾ വരും പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ഇമ്പോർട്ടൻറ്റ് മൂവി പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ കോൾ ചെയ്തിട്ട് നോക്കുമ്പോൾ നല്ല വർക്കാണ്. അപ്പോൾ പിന്നെ അവർ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അയച്ചു. പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടെ പോകുമായിരുന്നു. അവിടെ പോയി പിന്നെ അവർ വിട്ടില്ല, കാരണം ഷൂട്ട് തുടങ്ങി 4-5 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആ മൂവിയിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 year പ്രോജക്റ്റ് ആണ്. 1 year ഉണ്ട്. അപ്പം മലയാളമായി, തെലുങ്കായി, അപ്പൊ ഇങ്ങനെ ഒരു എല്ലാ ലാംഗ്വേജസിലും ഇങ്ങനെ ട്രൈ ചെയ്ത് പോകണം എന്നാണോ ആഗ്രഹം? എല്ലാ ലാംഗ്വേജും ചെയ്യണം, വർക്ക് ചെയ്യണം ആഗ്രഹമുണ്ട്. ഇവിടെ നിന്ന് ഹോളിവുഡ് ലെവലും താല്പര്യപ്പെടുന്നുണ്ടോ? അങ്ങനെ ഒരു കോൾ വരാണെങ്കിൽ തയ്യാറാണ് ഞാൻ. ഓക്കെ. ഇപ്പം ഒരുപാട് ബ്രാൻഡ് ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഈ ബ്രാൻഡ്സുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ, അതിന്റെ ആ ഒരു പരിപാടി എങ്ങനെയാണ് ആക്ച്വലി? അത് ഏജൻസി, ഞാനിങ്ങനെ മോഡലിംഗ് ചെയ്ത സമയത്ത് തന്നെ കുറെ ഏജൻസീസ് പുറത്തുനിന്നായാലും അവരെന്നെ മെയിൽ ചെയ്തിട്ട് നമ്മളെ എൻക്വയറി ചെയ്യുന്നു, ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻക്വയറീസ് വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. പിന്നെ അവർ നമ്മുടെ ആ ഏജൻസിയിലേക്ക് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. മുംബൈ ബേസ്, ഡൽഹി ബേസ് ഒരു 2 ഏജൻസീസ് ഉണ്ട്. അപ്പോൾ അവർ വർക്ക് വരുന്നത് അവർ നമുക്ക് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ വർക്ക് ചെയ്താണ് ഭവ്യ രമേശിൻ്റെ ഷൂട്ടൊക്കെ. അപ്പോൾ ആ വഴിയും വേറെ കുറച്ച് വർക്കുകളുടെ ഇതിലേക്ക് നമ്മുടെ റെഫറൻസ് കാര്യങ്ങളും പോകുന്നുണ്ട്. ഈ ഡോക്യുമെന്റ് സീരീസ് ആണെങ്കിലും വെബ് സീരീസ് ആയാലും മൂവി ബേസ് ആയാലും അങ്ങനെ എൻക്വയറീസ് വരുന്നുണ്ട്. നമ്മുടെ പ്രൊഫൈൽസ് ക്ലയൻസിന് കിട്ടുന്നുണ്ട്. അതും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അങ്ങനെ ആ മോഡലിംഗ് ഉള്ളതുകൊണ്ട് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഈ സിനിമയും മോഡലിങ്ങും ഒരുമിച്ച് ഉണ്ടാകുമ്പോൾ സിനിമയ്ക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ ഏതെങ്കിലും വലിയ വലിയ ബ്രാൻഡ്സിന്റെ ഒക്കെ എന്തെങ്കിലും ഷൂട്ട് വരുമ്പം ചിലപ്പോൾ അത് കോംപ്രമൈസ് ചെയ്ത് സിനിമ ചൂസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ സിനിമ നോക്കുള്ളൂ, സിനിമയ്ക്ക് മോഡലിന് കൊടുക്കുള്ളൂ. അതെ, എത്ര വലിയ ബ്രാൻഡ് അങ്ങനെ വന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ മൂവിക്ക് വേണ്ടിയാണ്, ഫിലിമിന് വേണ്ടിയാണ്. ഇതിപ്പോ മോഡലിംഗ് ഒരു 4 year ആവാൻ പോകുള്ളൂ. പക്ഷെ അതിന് ഞാൻ അത്ര ഇത് കൊടുത്തില്ല, കാരണം അപ്ലോഡ് ചെയ്ത് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പൊ അങ്ങനെ എൻക്വയറി വരുമ്പോൾ ചെയ്യുന്നുള്ളൂ. മൂവിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറെ ഓഡിയൻസ് പോയില്ലെങ്കിലും കുറെ സ്റ്റോറീസും കാര്യങ്ങളുണ്ട് സ്ട്രഗ്ലിങ് അങ്ങനെ. അപ്പോ മൂവിക്ക് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. സിനിമാ നടനാവണം എന്ന് തീരുമാനിച്ച ഒരു മൊമെന്റ് ഇല്ലേ, അത് എപ്പോഴായിരുന്നു? ആ ഒരു മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അവിടുത്തെ പ്രിൻസിപ്പാളുണ്ട്. അപ്പോൾ ആള് ഒരു ദിവസം എല്ലാ ക്ലാസ്സിലും ചൂരിലെ കൈ പിടിച്ച് ഇങ്ങനെ കയറി പോകുന്നുണ്ട്, ആരെയും നോക്കുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ ലാസ്റ്റ് ഞാൻ ക്ലാസ്സിലെത്തിയപ്പോൾ അവിടെ വന്നിട്ട് എന്നോട് എനിക്ക് പറഞ്ഞു, എന്നിട്ട് എന്നെ വിളിച്ചത് കൊണ്ടുപോയി പുറത്തേക്ക്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, എന്താ ഒപ്പിച്ച്, എന്താ പ്രശ്നം ഉണ്ടല്ലോ, ഞാൻ ചെല്ലി കിട്ടുന്നുണ്ട് അങ്ങനെ അതായി. അപ്പോൾ ഞാൻ ചെന്നിട്ട് എന്താ സാറ് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഫോൺ എടുത്തിട്ട് സെൽഫി എടുക്കുന്നു. അപ്പോൾ എന്ത് സാറ് സെൽഫി എടുക്കുന്നു ചോദിച്ചു. അല്ലടാ, ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടു, കമ്മട്ടി പാടുന്ന പടത്തിന്റെ പേര്, അതിൽ നിന്നെ പോലെ തന്നെ കറക്റ്റ് വിനായകന്റെ ചെറുപ്രായം ചെയ്തത്, കാരണം കറക്റ്റ് ആപ്റ്റാണ് നീയാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സിനോടും എന്റെ ഫാമിലിക്കും ഞാൻ പറഞ്ഞു, എടാ ഫാമിലിയോടും പറഞ്ഞു. അപ്പൊ അവർക്ക് കാണിച്ചു നോക്കാൻ ഫോട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ശരി, ഞാൻ ആകെ കിളി പോയ പോലെ എന്നിട്ട് ടീച്ചർ എന്തിനാ വിളിച്ചു വെച്ചു. എന്റെ ടീച്ചർ സെൽഫി എടുക്കാൻ വിളിച്ചു. അപ്പൊ ഞാൻ നിന്നു. അപ്പൊ അതിന് ശേഷം പിന്നെ ഒരു ഫംഗ്ഷൻ പരിപാടി കാണാൻ ചെല്ലുമ്പോ ആൾക്കാര് പറഞ്ഞോണ്ടിരിക്കടാ, വിനായകന്റെ ചെറുപ്രായം ചെയ്ത് നീല്ലേ അങ്ങനെ ചോദിക്കും. അപ്പൊ എല്ലാവരും ഞാനല്ലേ എന്ന് പറഞ്ഞു. അല്ല, നിന്നെ പോലെ ഉണ്ട് കറക്റ്റ്. പിന്നെ അവര് സെൽഫി എടുക്കണം അങ്ങനെ വരണം. അപ്പൊ എന്നെ അങ്ങനെ വിളിച്ചു തുടങ്ങി, ആ ഒരു ടൈപ്പ് ഇങ്ങനെ വിളിച്ചു തുടങ്ങിയ ആൾക്കാര്.
അപ്പോൾ കൊള്ളായ പരിപാടി എന്ന് പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കാൻ തന്നെ ഒരു ഹൈപ്പ് കിട്ടിയല്ലേ? ഹൈപ്പ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എങ്ങനെയും സിനിമയിലൊക്കെ എത്തണമെങ്കിൽ എങ്ങനെ എന്താ പരിപാടി എന്ന് അറിയില്ല. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ആ ടൈമിൽ എൻ്റെ മൈൻഡിൽ ഇനിയിപ്പോൾ എവിടേക്കിലൊക്കെ പോകുമ്പോൾ വല്ല ഡയറക്ടേഴ്സിൻ്റെ വണ്ടിയിൽ നല്ലൊരു ലക്ഷറി കാറിലൊക്കെ പോകുമ്പോൾ എന്നെ കണ്ടിട്ട് അങ്ങനെ എന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഒരു ജേർണി ശരിക്കും എൻജോയ് ചെയ്യാണോ? അതെ, ഞാൻ ഈ ഓഡീഷൻസ് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് കുറെ ക്രൗഡൊക്കെ വന്നിട്ട് സ്ഥലത്തിൻ്റെ ഇങ്ങനെ പെർഫോം ചെയ്യാൻ ഭയങ്കര താല്പര്യമൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഓഡീഷനൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു മൊത്തത്തില്. അപ്പോ ആ ഒരു ഇതൊക്കെ എൻജോയ് ചെയ്ത് തുടങ്ങി. കാരണം കറക്റ്റ് എനിക്ക് ആദ്യം തുടക്കത്തിൽ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചമ്മൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെറുപ്പം ഒരു ഡാൻസ് കളിക്കാറുണ്ട്, 1ാം ക്ലാസ് 2ാം ക്ലാസ് അങ്ങനെ യൂത്ത് ഫെസ്റ്റിൽ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതും എനിക്ക് താല്പര്യമായിരുന്നു. ചെറിയൊരു ഇതുണ്ടോ, കാരണം സ്പോർട്ടിൽ നിന്ന് കയ്യിൽ നിന്ന് എടുത്തിട്ട് ഓരോ ഇത് ക്രിയേറ്റ് ചെയ്യാനാണ്. അങ്ങനെ ചെയ്ത് ഏകദേശം ഓക്കെ എനിക്ക്. അപ്പോ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പൊ ഈ സിനിമ ഇൻഡസ്ട്രിയിലാണെങ്കിലും മോഡലിംഗ് ഫീൽഡിലാണെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴും ഈ ഒരു സ്കിൻ ടോൺ ആ ഒരു ഡിഫറൻസിയേഷൻ നിലനിൽക്കുന്നതായിട്ട് ആസ് ആൻ ആർട്ടിസ്റ്റ് ഷിബിന് തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നില്ല, കാരണം അത് എപ്പോഴും ഉണ്ടാവും. ആൾക്കാർ അത് പുറത്ത് കാണിക്കില്ല, ചിലപ്പോൾ ഉള്ളിലുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാറുണ്ട്. പറയാതെ തന്നെ നമുക്ക് നോക്കിയാൽ എനിക്ക് ആ സിറ്റുവേഷനിലൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞാനതിനൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല, കാരണം അവരുടെ ചിന്താഗതി അത്ര ഞാൻ വിചാരിക്കുന്നുള്ളൂ. അങ്ങനത്തെ മോഡലിങ്ങിനായാലും ഓരോ വർക്കിന്റെ ഇതിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, മൂവിയുടെ ഇതിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ചിന്താഗതി എന്തെങ്കിലും മാറുമായിരിക്കോ? കാണുന്ന ഓഡിയൻസിനാണെങ്കിലും ഇൻഡസ്ട്രിയിലുള്ളവർക്കാണെങ്കിലും മാറുമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേഷൻ മാറുമ്പോൾ അത് മാറുന്നു. എന്തായാലും മാറുമല്ലോ. പുതിയ ജനറേഷൻ വരുമ്പോൾ അതൊക്കെ മാറും. ഒരു ഈ ഒരു നായക, ഒരു ലീഡ് ക്യാരക്ടർ എന്നുള്ള അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യണം എന്ന് താല്പര്യമില്ല? ഒരുപാട് ഉണ്ട്. അങ്ങനത്തെ വരാണെങ്കിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല സ്റ്റോറി, നല്ല പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാരക്ടർ വേണമെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാൻ. ഒരു വർക്ക് വന്നിരുന്നു, പക്ഷെ അത് ഇതായി. ഒരു ലീഡിങ് ക്യാരക്ടറുള്ള ഒരു മൂവി വന്നിരുന്നു. ഞാനിപ്പോ ഒരു മൂവി ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വന്നിരുന്നു. പിന്നെ ലാസ്റ്റ് അവർ പറഞ്ഞു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു ബ്രോ ഞങ്ങൾ കുറച്ചും കൂടി ഏജുള്ള ആളെയാണ് നോക്കണത്. അപ്പോൾ ആ ടൈമിൽ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയാണ്. പിന്നെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഇപ്പോൾ പറഞ്ഞു കുറച്ചുകൂടി ഏജുള്ള ആളെ നന്നായിരുന്നു കൊണ്ട് അങ്ങനെ മാറി. അത് നല്ലൊരു ലീഡിങ് ക്യാരക്ടർ വന്നു. അങ്ങനെ അല്ല, അതിൽ വിഷമമൊന്നുമില്ല. കാരണം എനിക്ക് എൻ്റെ മൈൻഡിൽ വെച്ചാൽ ഏത് വർക്ക് കാര്യങ്ങൾ എന്ത് വരികയാണെങ്കിൽ ഒരു 10 എണ്ണം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 നടക്കുള്ളൂ. അങ്ങനെ ബാക്കിയുള്ള പോയാലും ഒരെണ്ണം, ഒരു ചെറുത് പോകുന്നത് അടുത്ത് വലുത് വരാനുള്ള പ്രതീക്ഷയാണ് ഞാൻ എല്ലാവരും കൊടുക്കാറ്. എന്റെ കോൺഫിഡൻസ്. ഓക്കെ. ഇപ്പം ഈ ലോക ഇപ്പോഴും 200 കോടി കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ചാപ്റ്റർ 1 മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സെക്കൻഡിന്റെ ഒരു ഹിന്റ് ഇട്ടിട്ടാണ് തീർന്നിട്ടുള്ളത്. അപ്പം സെക്കൻഡില് എങ്ങനെയായിരിക്കും? ഷിബിൻ ഭാഗമായിരിക്കുമോ? എന്തെങ്കിലും കിട്ടുമോ? അതിന്റെ അപ്ഡേഷൻസ് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. കാരണം എന്റെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് എനിക്ക് കോൾ വന്നപ്പോഴും എന്റെ ക്യാരക്ടറിനെ പറ്റി പറയുമ്പോഴും എനിക്ക് എൻ്റെ ക്യാരക്ടറിനെ പറ്റിയാണ് അവർ പറഞ്ഞത്. ഞാൻ ഏത് മൂവിയായാലും എൻ്റെ ക്യാരക്ടറിനെയാണ് ഞാൻ ചോദിക്കാറ്. കാരണം എന്താണ് എൻ്റെ ക്യാരക്ടറിൻ്റെ ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്, ബാക്കിയുള്ള ക്യാരക്ടേഴ്സുള്ള തമ്മിലുള്ളൊരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ കൂടുതൽ ചോദിച്ചിരുന്നത്. ഞാൻ അതിനെ ആ ക്യാരക്ടറിനെ ഞാൻ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. മൊത്തം സ്റ്റോറി ആയിട്ട് കഴിഞ്ഞാൽ എനിക്കത്, കാരണം എൻ്റെ അതിലത്ര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആണെങ്കിലും ഹീറോ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ സപ്പോർട്ടിങ് ക്യാരക്ടർ ആണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ക്യാരക്ടറെ എനിക്ക് ബിൽഡ് ചെയ്യാൻ ഞാൻ കൂടുതൽ നോക്കാറുണ്ട്. അപ്പോൾ ഫുൾ സ്റ്റോറി ഞാൻ കേൾക്കില്ല. അതേപോലെ തന്നെ അടുത്ത പാട്ടിൻ്റെ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. എല്ലാ മൂവിയിലും ഞാൻ എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് ഞാൻ അതിനെ ഡെവലപ്പ് ചെയ്ത് ഇതുവരെ കാണാത്ത രീതിയിലൊന്ന് ചേഞ്ച് ആക്കാൻ ഞാൻ നോക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ഇനി വരുന്ന പ്രോജക്ട് ഇപ്പം ഒന്നിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണെന്ന് പറഞ്ഞു. അടുത്ത വരുന്ന അത് തന്നെയാണോ? എന്താ മനസ്സിലായില്ല? ഇനി വരാൻ പോകുന്ന പ്രോജക്ട് അല്ല, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഷൂട്ടിംഗ്. ഞാൻ ലോകേഷ് ഒരു മൂവി ജോയിൻ ചെയ്തു. ഒരു 1 ഇയർ പ്രോജക്റ്റ് ആണ്. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ. ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇപ്പം ലോകയിലൂടെ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തിയിരിക്കുകയാണ് ഷിബിൻ. ഇപ്പം വീണ്ടും സോഷ്യൽ മീഡിയയിൽ നോക്കി കഴിയുമ്പോഴും ഷിബിന്റെ ആ ഒരു ക്യാരക്ടറിന് കിട്ടുന്ന ഒരു അപ്രിസിയേഷനും അതിങ്ങനെ എല്ലാവരിലേക്കും എത്തിയിരിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആരും ഒന്ന് കണ്ടു കഴിയുമ്പോൾ പിന്നെ ആ ക്യാരക്ടർ മറക്കില്ല. ചില ക്യാരക്ടേഴ്സ് അങ്ങനെയാണല്ലോ, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിൽ നിന്ന് പോകത്തില്ല. ഇപ്പോൾ ഈവൻ ഡയലോഗ് ഇല്ലെങ്കിൽ പോലും ആ ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഷിബിൻ്റെ അടുത്ത് ലോകയുടെ ഭാഗമായി. അതിനുശേഷം നമുക്കിവിടെ കാണാൻ പറ്റി. സിനിമാ പ്രാന്തൻ്റെ ഒരു ടോക്കിൽ ഭാഗമായി. ഒരുപാട് സന്തോഷം. അടുത്ത വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാമല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഷിബിൻ. താങ്ക് യു.